എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒരു വഴിയും കുറേ നിഴലുകളും എന്ന രാജലക്ഷ്മിയുടെ നോവൽ നമ്മൾ വായിക്കാൻ തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് വായിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഒരു കുട്ടിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നമുക്ക് തൊട്ടടുത്ത രണ്ടാം പാർട്ടിലേക്ക് കിടക്കാം. അന്ന് അച്ഛൻ ദേഷ്യപ്പെട്ടതിന് ശേഷം വെളിപ്പാടിൻ്റെ വാതിൽക്കൽ കഥ കേട്ടിരുന്ന് അവൾ അധികം വൈകിക്കാറില്ല. ദിവസവും മടങ്ങുമ്പോൾ മുടങ്ങാതെ അവിടെ തങ്ങും. പക്ഷേ 5-ന് മുമ്പ് തിരിച്ചെത്താൻ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടിൽ ലഹളയുണ്ടായ കാര്യം അവൾ പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം കണ്ടപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെ സമയത്തിന് കഥ നിർത്താൻ വയസ്സൻ എന്നും ഓർമ്മിക്കാറുണ്ട്. ഇനിയും വൈകിച്ചെന്ന് വീട്ടുകാർ ദേഷ്യപ്പെട്ട് അവൾ എവിടെയാണ് പോകുന്നതെന്ന് കണ്ടുപിടിച്ച് വിലക്കിയാലോ? അവൾ കൂട്ടാക്കില്ലായിരിക്കും. പക്ഷേ അവർ വിചാരിച്ചാൽ അവളെ വരാതാക്കാൻ സാധിക്കില്ലേ? എന്നാൽ പിന്നെ അവൾ വീട്ടിലേക്ക് പോകാൻ താമസിക്കുകയാണെങ്കിൽ വയസ്സൻ തന്നെ നിർബന്ധിച്ച് പറഞ്ഞയക്കും. ആ ഒറ്റപ്പെട്ടുപോയ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ ഒരു പുൽത്തുമ്പ് അവൾ മാത്രമായിരുന്നു. 70 വർഷം ജീവിച്ചിരുന്നിട്ട് തനത് വക എന്ന് വിളിക്കാൻ പാണ്ഡൻ നായയല്ലാതെ വേറെ യാതൊന്നുമില്ല. ഉഗ്രമാന്ത്രികന്മാരുടെ തറവാട്ടിൽ പിറന്നു. ചെറുപ്പത്തിലേ ചുട്ടകോഴിയെ പറപ്പിക്കുന്ന മന്ത്രവാദിയായിട്ടാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. ചോരയ്ക്ക് ചൂടുണ്ടായിരുന്ന ആ നല്ല കാലത്ത് സ്നേഹം വിതയ്ക്കാൻ മിനക്കെട്ടില്ല. വിതയ്ക്കാത്തത് കൊയ്യാനാകുമോ? ഇപ്പോൾ ആവശ്യപ്പെട്ടു ചെല്ലാൻ അഭിമാനം അനുവദിക്കുന്നില്ല. ചോദിച്ചാലും കിട്ടാനുണ്ടോ? കുട്ടികൾക്കൊക്കെ പേടിയാണ്. ചെറുപ്പക്കാർ കണ്ട ഭാവം വയ്ക്കില്ല. സ്വന്തം തലമുറയിലുള്ളവരാണെങ്കിൽ ഏറെയില്ല ബാക്കി. അങ്ങനെ താൻ തികച്ചും അധികപ്പറ്റാണെന്ന ബോധം ഉള്ളിനെ കരണ്ടു തുടങ്ങിയപ്പോഴാണ് അവൾ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. കൂത്തുപറമ്പിൻ്റെ പടിഞ്ഞാപ്പുറത്തുകൂടി നടക്കുമ്പോൾ ഒരു കുട്ടി ഒടവിലേക്ക് ഉരുണ്ടു വീഴുന്നത് കണ്ടു ചെന്നു. മഴ പെയ്ത് വഴുക്കൽ പിടിച്ച് കിടക്കുകയായിരുന്നു എല്ലായിടവും. അടുത്തു ചെന്ന് പിടിച്ചു കയറ്റി. തോൾ കവിഞ്ഞു കിടക്കുന്ന കനത്ത മുടിയും വലിയ കണ്ണുകളും ഉള്ള അവൾ. സാധാരണ കുട്ടികളെ പോലെ അവളും പേടിച്ചോടുമെന്ന് അയാൾ വിചാരിച്ചു. പക്ഷേ അവൾക്ക് പേടിയൊന്നും കണ്ടില്ല. കയ്യിന്മേൽ പറ്റിയ ചെളിയൊക്കെ തട്ടിക്കളഞ്ഞ് അവൾ പുസ്തകമെല്ലാം അടുക്കിക്കൂട്ടി. എൻ്റെ പെൻസിൽ ഒടവിൽ കിടക്കുകയാണ്, ഒന്നെടുത്തു തരുമോ? അമ്പരപ്പ് മാറാതെ ഒരിക്കൽ കൂടി അയാൾ ഇറങ്ങി. എവിടെയാണ് കിടക്കുന്നതെന്ന് അവൾ മുകളിൽ നിന്ന് കാണിച്ചു കൊടുത്തു. അയാൾ പെറുക്കിയെടുത്ത് കയറി. മുനയൊടിഞ്ഞ പെൻസിൽ മേടിച്ച് ഇടത്തെ കയ്യിൽ പിടിച്ച് ഭംഗിയുള്ള കൊച്ചരിപ്പുല്ലുകൾ കാട്ടി ചിരിച്ച് അവൾ പറഞ്ഞു, നേരായി, ഞാൻ പോട്ടെ. വൈകുന്നേരം അവൾ തിരിച്ചു വരുന്നത് കാത്ത് അയാൾ വാതിൽക്കൽ നിന്നിരുന്നു. വേണ്ടപ്പെട്ടവരോട് അടുക്കാൻ സാധിക്കാത്ത കുട്ടിയും അടുക്കാൻ വേണ്ടപ്പെട്ടവരില്ലാത്ത വയസ്സനും. ഒരു ബന്ധം ഇവിടെ ആരംഭിക്കുകയാണ് കേട്ടോ. കുന്നിൻ്റെ ചെരുവിലെ 2 നില കെട്ടിടത്തിൽ ഉറ്റവരുടെ നടുക്കാണെങ്കിലും ആ പെൺകുട്ടി തികച്ചും ഒറ്റയായിരുന്നു. അമ്മയെന്ന് പറഞ്ഞാൽ കുഴമ്പും ചന്ദനത്തിരിയും മണക്കുന്ന കോണിച്ചുവട്ടിലെ വടക്കേ അകമാണ് ഓർമ്മ വരിക. ആ വെളിച്ചം കയറാത്ത മുറിയിലെ പഴയ കട്ടിൽ നിന്ന് വേറെയായി അമ്മയെ സങ്കല്പിക്കാൻ അവൾക്ക് സാധിച്ചിട്ടില്ല. അറിവ് വെച്ചത് മുതൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരെ കണ്ടിട്ടുള്ളത്. പാലും കാപ്പിയും കഞ്ഞിയും ചോറും ഉപ്പുമാങ്ങയും കാച്ചിയ മോരും എല്ലാം ഒന്നൊന്നായി അകത്തേക്ക് പോകുന്നത് കാണാം. ഒഴിഞ്ഞ ഗ്ലാസുകളും പാത്രങ്ങളും പുറത്തേക്ക് വരുന്നതും. അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. അറിയണമെന്ന് തോന്നിയിട്ടുമില്ല. ഒരാൾ ഇങ്ങനെ സദാസമയവും കിടന്ന് കഴിക്കുന്നത് എന്തിനാണെന്ന് ഒരാലോചന പോയിട്ടേയില്ല. ദിവസത്തിലൊരിക്കൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തത് കൊണ്ട് മുറിക്കകത്ത് കടന്നു ചെല്ലും. ആ പ്രഭയേറ്റ നോട്ടം ദേഹത്ത് വീണാൽ, ആ ഞരമ്പെഴുന്ന് നിൽക്കുന്ന കൈകൾ മേൽ തൊട്ടാൽ ഉള്ളിൻ്റെ അടിയിൽ എവിടെ നിന്നോ ഒരു തണുപ്പ് പൊങ്ങി വരും. കഴിയുന്നതും വേഗം പുറത്ത് കടന്നാലേ സമാധാനമുള്ളൂ. സന്ധ്യയ്ക്ക് വിളക്ക് വെക്കേണ്ട നേരത്ത് മാത്രമേ അമ്മ എന്ന വ്യക്തി അറിവോടെ മനസ്സിൽ കയറി വരാറുള്ളൂ. അതും കഴിയുന്നതും വേഗം ചെയ്തു തീർക്കേണ്ട ഒരു ഇഷ്ടമില്ലാത്ത പ്രവൃത്തിയായിട്ട്. ആ കാറ്റ് കടക്കാത്ത മുറിയെയും അതുൾക്കൊള്ളുന്ന മനുഷ്യജീവിയെയും വിട്ട് നിർത്തിയാണ് ചിന്ത പ്രവർത്തിക്കാറുള്ളത്. സുഖകരമല്ലാത്തതിനെ ഒഴിവാക്കാനുള്ള അബോധപൂർവമായ പ്രേരണ. ചെറിയമ്മയോട് എന്തെങ്കിലും പിണങ്ങിയാൽ കുഞ്ഞമ്മ പലതും പിറുപിറുക്കുന്നത് അവൾ കേട്ടിട്ടുണ്ട്. അമ്മ ചോരയും നീരുമുള്ള സ്ത്രീ ആയിരുന്ന ആ കാലത്തെപ്പറ്റി അങ്ങനെ കുറേയൊക്കെ പലപ്പോഴായിട്ട് അവൾ ധരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി അന്നൊന്നും കൂടുതൽ ചിന്തിക്കാറില്ല.
കേൾക്കുമ്പോൾ വലിയ ശ്രദ്ധ കൊടുക്കാറേയില്ല. ആ അറിവിൻ്റെ ശകലങ്ങൾ മനസ്സിൻ്റെ കോണിൽ പറ്റിക്കിടന്ന് പതുക്കെ പിതക്കെ അടിഞ്ഞു ചേർന്ന് കുന്നുകൂടുകയായിരുന്നു എന്ന് അവൾ കൊല്ലങ്ങൾക്ക് ശേഷം അറിഞ്ഞു. ഓപ്പോളും അനിയനും തമ്മിൽ 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രകൃതത്തിൽ ഒരു ലോകത്തിൻ്റെ അന്തരം മുഴുവനും പറയുന്നത് കേൾക്കാൻ അവന് വിഷമമില്ല. എതിര് പ്രവർത്തിക്കുന്നതിനേക്കാൾ അനുസരിക്കാനാണ് അവന് വാസന. എല്ലാവർക്കും അവനെയാണ് കൂടുതൽ ഇഷ്ടം, അമ്മുമ്മയ്ക്കും കിടക്കുന്ന അമ്മയ്ക്കും കൂടി. ഗോപുവും അവളും ഒരേ മനസ്സായി ചെയ്യുന്ന പ്രവൃത്തി വടക്കേ അകത്തേക്കുള്ള സന്ധ്യാനേരത്തെ യാത്ര മാത്രമാണ്. അവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ലെങ്കിലും അവൾക്കറിയാം അവനും അത് വിഷമമാണെന്ന്. അച്ഛനെ അധികമൊന്നും കാണാറില്ല. പകുതി ദിവസവും വീട്ടിലുണ്ടാവില്ല. ഉള്ള സമയമാണെങ്കിൽ അവിടെ ഇല അനങ്ങുന്നത് കൂടി അദ്ദേഹം സ്ഥലത്തുണ്ട് എന്ന ഓർമ്മയോടെയാണ്. അച്ഛൻ ഉറക്കെ ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്ത് കേട്ടിട്ടില്ല. ദേഷ്യപ്പെടുന്നതോ ശുണ്ടിയെടുക്കുന്നതോ കണ്ടിട്ടില്ല. എപ്പോഴും ഒരേ ഒരു ഭാവം, ഒരേ ഒരു ഒച്ച. അവൾക്കും പേടിയാണ് അച്ഛനെ. മുമ്പിൽ ചെന്ന് പെടരുതെന്ന് ഒരൊറ്റ വിചാരമേ ഉള്ളൂ. 2-3 ദിവസം മുമ്പാണ് കവുങ്ങിന്മേൽ കയറിയിട്ട് അച്ഛൻ കൊണ്ടുവന്നത്. കുഞ്ഞിയമ്മ പറഞ്ഞിട്ടാണ് കയറിയത്. അടയ്ക്ക പറിക്കാൻ ഇറങ്ങാൻ പറ്റുന്നതിന് മുമ്പ് അച്ഛൻ കണ്ടു. വീട്ടിൽ ഇല്ല എന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. ആ മുഹൂർത്തത്തിൽ വന്ന് കാണുകയും ചെയ്തു. നേരെ വിളിച്ചു കൊണ്ടുപോയി പൂമുഖത്തിൻ്റെ മൂലയിൽ ഇരിക്കാൻ പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ ആ ഇരിപ്പ് ഇരിക്കേണ്ടി വന്നു. രാത്രി എല്ലാവരും ഉറങ്ങാൻ കിടന്നിട്ടാണ് എഴുന്നേറ്റൊള്ളാൻ പറഞ്ഞത്. അതുവരെ അനങ്ങിയില്ല. ചെറിയമ്മ വന്ന് ഒളിച്ചൊക്കെ നോക്കിയിട്ട് പോയി. സങ്കടമുള്ള ഭാവമൊക്കെ കാണിച്ചു. ഭയങ്കരി. ചെറിയമ്മ അവൾക്ക് ഇഷ്ടമല്ല. അമ്മയുടെ ഒരേ ഒരു അനിയത്തിയാണെങ്കിലും അമ്മയ്ക്ക് അവരെ കണ്ടുകൂടാ എന്ന് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കുഞ്ഞിയമ്മയ്ക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് സൗകര്യപ്പെട്ടില്ലെങ്കിൽ കഞ്ഞിയും മറ്റും കൊണ്ട് ചെറിയമ്മ ഒരിക്കലും പോവില്ല. മുറിക്കകത്തേക്ക് കടക്കില്ല. ഒരു ദിവസം കുഞ്ഞിയമ്മ ഇല്ലാതെ അമ്മൂമ്മയ്ക്കും എന്തോ അസുഖമായിരുന്നപ്പോൾ കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ ചെറിയമ്മ വാതിൽക്കൽ കൊണ്ടുവന്ന് തന്നു. അവളാണ് അകത്തേക്ക് കൊടുത്തത്. ചെറിയമ്മ അമ്മയുടെ മുമ്പിൽ പോവില്ല. എങ്ങനെ ചെല്ലും? ചങ്കുറപ്പ് വരണ്ടേ? കുഞ്ഞിയമ്മ പിണങ്ങിയിരിക്കുമ്പോൾ ഒരു ദിവസം പെറുപിറുക്കുന്നത് കേട്ടു. അമ്മൂമ്മ ഒരു നിരുപദ്രവിയാണ്. അവർക്ക് ഗോപു എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. അവനെ കളിപ്പിക്കുക, കുളിപ്പിക്കുക, ചോറ് കൊടുക്കുക, സ്കൂളിൽ അയക്കുക, ഇതൊക്കെ തന്നെ അവർക്ക് മുഴുവൻ ദിവസത്തേക്കുമുള്ള ജോലി. വേറെ ഒരു ചിന്തയില്ല. അവർക്ക് ആൺകുട്ടികളില്ലാത്തത് കൊണ്ടാണത്രേ അവനെ ഇത്ര ഇഷ്ടം. അതും കുഞ്ഞിയമ്മ പറഞ്ഞു തന്നതാണ്. വല്ലതും ചോദിക്കണമെങ്കിൽ കുഞ്ഞിയമ്മയേ ഉള്ളൂ. എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് അവരാണ്. പക്ഷേ അവരോട് സംസാരിക്കുന്നത് ചെറിയമ്മയ്ക്ക് ഇഷ്ടമല്ല. കണ്ടാൽ ദേഷ്യപ്പെടും. ഒരു ദിവസം സ്കൂളിൽ പോകാൻ എത്തിയപ്പോൾ വാതിൽക്കൽ വെളിച്ചപ്പാടിനെ കണ്ടില്ല. വിളിച്ചപ്പോൾ അകത്തു നിന്ന് കയറി വരാൻ പറയുകയാണ് ചെയ്തത്. പഴയ കയറ്റുകട്ടിലിൽ ചുരുണ്ടുകൂടി മൂടി പുതച്ച് കിടക്കുകയാണ് അയാൾ. എന്താണ് കിടക്കുന്നതെന്ന് അവൾ ചോദിച്ചില്ല. ജീർണിച്ച തലയിണ ചുവട്ടിൽ നിന്ന് അന്നും അയാളൊരു പൊതിയെടുത്ത് നീട്ടി. വൈകുന്നേരവും അവൾ ചെന്നു. ആ കിടപ്പ് തന്നെ. പാണ്ടനായയും ഉണ്ട് കാവൽക്കൽ. പിറ്റേ ദിവസവും കാലത്ത് അവൾ ചെന്നു. അടുത്തു നിന്നിട്ടും വയസ്സൻ കണ്ണു തുറന്നില്ല. ഒരു വല്ലാത്ത കുറുങ്ങൽ മാത്രമുണ്ട്. അവൾ ഒന്ന് വിളിച്ചു നോക്കി. അനക്കമില്ല. കുറച്ചു നേരം കൂടി നിന്ന് അവൾ പോയി. സ്കൂളിൽ മണിയടിക്കാറായിട്ടുണ്ട്. വൈകുന്നേരം വരുമ്പോൾ 2 ചെറുപ്പക്കാർ ഉമ്മറത്ത് നിൽപ്പുണ്ട്. അവൾ പിന്നിലെ വാതിൽ കൂടി അകത്ത് കടന്നു. ഇത്തവണ അടുത്ത് ചെന്ന് ചുമച്ചപ്പോൾ കണ്ണു തുറന്നു. പക്ഷേ കണ്ണിൽ മനസ്സിലായതിൻ്റെ തിളക്കം വന്നില്ല. ചുണ്ടുകൾ കോടുക കൂടി ഉണ്ടായില്ല. അവൾ അമ്പരന്നുപോയി. കാലത്ത് വെളിച്ചപ്പാട് ഉറങ്ങുകയായിരിക്കുമെന്നാണ് കരുതിയത്. ഇപ്പോൾ കണ്ടിട്ടും കണ്ട പാവം കാണിക്കാത്തതെന്ത്? എന്താണ് പറ്റിയത്? ഉമ്മറത്ത് നിന്നവരിൽ ഒരാൾ അകത്തേക്ക് കയറുന്നത് കണ്ടുകൊണ്ട് അവൾ പിന്നിൽ കൂടി തന്നെ ഓടിപ്പോന്നു. വീട്ടിലെത്തിയുടൻ അടുക്കളയിലേക്കാണ് ചെന്നത്. എന്താ വെളിച്ചപ്പാടിന് കുഞ്ഞിയമ്മേ? ദൈവാധീനം, അവർ മാത്രമേ ഉള്ളൂ അടുക്കളയിൽ. അയാളുടെ ഒക്കെ തീരാറായി എന്നാ തോന്നണത്. എന്താ കുഞ്ഞിയമ്മേ, എന്താ തീരാറായത്? വയസ്സായില്ലയോ? വെള്ളിയാഴ്ചത്തെ പാട്ടിന് മഴയും നനഞ്ഞു തുള്ളി. വേണ്ടാന്ന് പറഞ്ഞാൽ കേൾക്കുമോ തന്താ? 75-ാം കാലത്ത് മഴ നനഞ്ഞു തുള്ളിയ ഭഗവതിയുടെ ആളാണെങ്കിലും പനി വരാണ്ടിരിക്കുവോ? നെഞ്ചത്തൊക്കെ കഫം കിട്ടിയിട്ടുണ്ടത്രേ. ഇന്ന് രാത്രി കഴിയില്ല എന്ന് ചെട്ടിച്ചാർ പറയണ കേട്ടു. ഇന്ന് രാത്രി വെളിച്ചപ്പാട് മരിക്കും എന്നാണോ? പോയി കുപ്പായം മാറിയിട്ട് വരൂ മണിക്കുട്ടി. കാപ്പി കുടിക്കില്ല. വെളിച്ചപ്പാടിൻ്റെ കാര്യം അന്വേഷിക്കണമെന്ന് ഇങ്ങനെയാ പുറപ്പാട്. ഒരു വർത്തമാനം കിട്ടിയതേ. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. നെല്ലുകുത്തുള്ള ദിവസമാണ്. ചെട്ടിച്ചാർ പോയിട്ടുണ്ടാവില്ല. അത് നേരെ അങ്ങോട്ടോടി. കുത്തിച്ചേറിയിട്ടിരുന്ന അരി കൊഴിക്കുകയാണ് അവർ.
വെളിച്ചപ്പാടിന് എന്താ ചെട്ടിച്ചിയാരേ? ചിന്നൻ്റെ വികൃതി. അതാരാ? കളി പറയാൻ ഒരു സമയം കണ്ടതേ. എന്തൊക്കെ അറിയണം എൻ്റെ അമ്മേ, അറിയാണ്ടാത്തതൊന്നുമില്ല. അയാളുടെ കാലിനെത്താറായി, അതിനുള്ള സുഖക്കേടാ. കാലിനും മറന്നുപോയി എന്നാണ് തോന്നിയിരുന്നത്. വെളിച്ചപ്പാട് മരിക്കാൻ പോവാ? അതൊക്കെ എന്തിനാ ഇപ്പോൾ കുട്ടികൾ അറിയണത്? അതല്ല ചെട്ടിച്ചാരെ, അവിടെ ഉമ്മറത്ത് കണ്ടതാരാ? അതിപ്പോൾ ഞാനെങ്ങനെയാ പറയാ? ആൾക്കാരുണ്ടോ അവിടെ? 2 ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടു. ഓ, എത്തിയെന്നാൽ തന്തയുടെ വകയിലെ മരുമക്കളായിട്ട് രണ്ടെണ്ണം ഉണ്ടത്രേ. പുഴയുടെ അക്കരെ താമസമായിട്ട് വിളിക്കാൻ ആള് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു പകലേ. അവരായിരിക്കും എന്നാൽ. ചെട്ടിച്ചാര ഒന്നും മിണ്ടിയില്ല. അരി കൊഴിക്കാൻ മുറയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അവർ വന്നതുകൊണ്ട് ഇനി ഡോക്ടറെ കൊണ്ടുവന്ന് മരുന്ന് കൊടുത്ത വെളിച്ചപ്പാടിൻ്റെ മാറില്ലേ ചെട്ടിച്ചാരെ? അതെ അതെ, ഇനി മരുന്നിന് പോകുക അവർ. വെട്ടിച്ചുടാൻ വന്നതാ. വൈദ്യനെ വിളിക്കണ 90-ാം കാലത്തെ. അമ്മൂമ്മയ്ക്ക് പനി വന്നപ്പോൾ ഡോക്ടറെ കൊണ്ടുവന്നല്ലോ അച്ഛൻ. ഇവിടെ എണീറ്റ് പോണുണ്ടോ? ഇതൊന്ന് കൊഴിച്ചെടുക്കാൻ സമ്മതിക്കില്ലാലോ. ആ കുപ്പായം മുഴുവൻ തവിടാക്കി. ഇപ്പോൾ വിളിച്ചു പറയും ഞാൻ. പിന്നെ അവിടെ നിന്ന് നീങ്ങി. പിന്നെ ആരോടും ഒന്നും ചോദിക്കാൻ ചെന്നില്ല. അന്ന് രാത്രി കിടന്നിട്ട് കുറേ നേരത്തേക്ക് ഉറക്കം വന്നില്ല. കണ്ടിട്ടും കാണാത്ത ആ നോട്ടവും ചിരിക്കാത്ത ചുണ്ടുകളും ഉറങ്ങിയിട്ടും മുമ്പിൽ നിന്ന് മാറിയില്ല. പിറ്റേ ദിവസം അവൾ പതിവിൽ നേരത്തെ പുറപ്പെട്ടു. ധൃതി എന്താണെന്ന് ചെറിയമ്മ ചോദിച്ചപ്പോൾ എന്തോ പിറുപിറുത്തുകൊണ്ട് ഒരു ഓട്ടം കൊടുത്തു. ഇന്ന് 2 പേർ മാത്രമല്ല, കാവിൻ്റെ നടക്കിലും വീടിൻ്റെ ചുറ്റും ഒക്കെ ആളാണ്. അറിയാതെ അകത്ത് കടന്ന് കാണാൻ യാതൊരു നിവൃത്തിയില്ല. വാതിക്കൽ നിന്ന് മാറി നിന്നിരുന്ന തലനിറച്ചൊരു കാരണവരുടെ അടുത്തേക്ക് അവൾ ചെന്നു. കുറച്ചു നേരം നിന്നിട്ടും വയസ്സിനങ്ങോട്ട് നോക്കിയില്ല. എന്താ പറ്റിയത്? ഒടുക്കം അവൾ ചോദിച്ചു. പകച്ച നോട്ടവുമായി തൻ്റെ അടുത്ത് നിൽക്കുന്ന ആ ഇത്തിരിയുള്ള പെൺകുട്ടിയെ അയാൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. സ്കൂളിൽ പോവല്ലേ കുട്ടി? ഇവിടെ നിൽക്കണ്ട, പൊക്കോളൂ. വെളിച്ചപ്പാട്? ഒന്നുമില്ല, പേടിക്കാൻ കേട്ടോ, പൊയ്ക്കോളൂ. ഇത്രയും ആളുകളില്ലയോ ഇവിടെ? പേടിയൊന്നുമില്ല. വെളിച്ചപ്പാട് മരിച്ചോ? മരിച്ചു. ദഹിപ്പിക്കാൻ കൊണ്ടുപോവാണ്. അതല്ലേ കുട്ടി ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞത്. വേഗം പൊയ്ക്കോളൂ, ഓടിക്കോളൂ. നിൽക്കാൻ സമ്മതിക്കില്ല. അവൾ പോന്നു. വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ അവിടെ എങ്ങും ഒരനക്കവും ഇല്ല. ഒരൊറ്റ മനുഷ്യനില്ല. അവൾ പതുക്കെ അകത്ത് കടന്നു. കയറ്റുകട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നു. മുറിക്കകത്ത് യാതൊരു സാധനവുമില്ല. അവിടെയും ഇവിടെയും ഓരോ പാത്രങ്ങൾ കിടക്കാറുള്ളതും കട്ടിലിന്മേലിടുന്ന കരിമ്പിടവും തലയിണയും യാതൊന്നുമില്ല. ഒഴിഞ്ഞ മുറിയിൽ ഒഴിഞ്ഞ കട്ടിൽ. കട്ടിലിൻ്റെ കാൽക്കൽ പാണ്ടനായ മാത്രമുണ്ട് നിവർന്നു കിടക്കുന്നു. അവൾ പതുക്കെ അടുത്ത് ചെന്ന് അതിൻ്റെ തലയിൽ കൈവച്ചു. തണുപ്പ്. അവൾ ഞെട്ടി കൈവലിച്ചു. മരണം എന്താണെന്ന് മനസ്സിലായി. ഒഴിഞ്ഞ കട്ടിലും മരിച്ച നായയെയും മാറി മാറി നോക്കി കുറച്ചിടെ അവൾ അനങ്ങാതെ നിന്നു. പിന്നെ പുറത്തേക്ക് ഓടി. അന്നവൾ കാപ്പി കുടിക്കാൻ ചെന്നില്ല. ആരും അത് ശ്രദ്ധിച്ചില്ല. കിഴക്കേ അകത്ത് വാതിലടച്ചിരുന്ന് കുറേ നേരം. ഗോപു വന്നപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. കുറേ നേരം തൊടിയിൽ ചെന്നിരുന്നു. അവിടെയും ഇരിപ്പുറയ്ക്കാതെ ആയപ്പോൾ പതുക്കെ പിന്നിൽ കൂടെ കുന്നിൻ പുറത്തേക്ക് കയറി. ഇഷ്ടപ്പെട്ടത് കൈവിട്ടു പോയാലത്തെ വേദന ആദ്യമായി അറിയുകയാണ്. എന്തിനെന്നോ എന്തുകൊണ്ടെന്നോ അറിയാതെ മനസ്സ് വേദനപ്പെടുകയാണ്. ഹൃദയത്തിനേൽക്കുന്ന ആദ്യത്തെ മുറിവ് കണ്ടത് പലതും മനസ്സിലാവാറില്ല. വേണമെന്ന് തോന്നുന്ന പലതും കിട്ടാറില്ല. എന്നാലും കിട്ടിയത് നഷ്ടപ്പെടുന്ന അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. ദുഃഖം എന്താണെന്ന് ബോധപൂർവം അറിയാനുള്ള പ്രായം ആയില്ല. എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ ആയില്ല. കരച്ചിൽ വന്നില്ല. കരയുവാൻ അവൾക്ക് അറിഞ്ഞുകൂടാ. എള്ളിൻകുറ്റികളുടെ നടുക്കുകൂടി അവൾ നടന്നു കയറി. താഴത്തെ നിരത്തുവക്കത്തെ അമ്പലവും കവുങ്ങു കൊടിമരവും വ്യക്തമായി കാണാം. എള്ളിൻകുറ്റികൾക്കപ്പുറം പറങ്കിമാവിൻ തോപ്പ്. അകലെ ചക്രവാളം തൊട്ടുരുമ്മിക്കൊണ്ട് നീലമലകളുടെ രേഖ. ചങ്ങല പോലെ പൊങ്ങിയും താണും പൊങ്ങിയും താണും. അവൾ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു. ചൂളം വിളിച്ചു കൊണ്ടുവന്ന കാറ്റ് കനത്ത തലമുടിക്കിടയിൽ തത്തിക്കളിച്ചു. അടക്കമില്ലാത്ത മുടി കണ്ണിലും മുഖത്തും എല്ലാം വന്ന് വീണു. മാടിയൊതുക്കാതെ അനങ്ങാതെ അവൾ നിന്നു. മനുഷ്യ കരസ്പർശനത്തിന് വഴങ്ങിയിട്ടില്ലാത്ത നീലമലകൾ. ചെവിയിൽ സാന്ത്വനമൊഴിയുകയാണ്. മനസ്സ് വിഷമിച്ച് നിൽക്കുന്ന കൊച്ചുമകളെ കുന്നിൻപുറം അണച്ച് തഴുകുകയാണ്. പടിഞ്ഞാറ് പെട്ടെന്ന് ചുമപ്പണിഞ്ഞു. അകലെ മലകളുടെ രേഖ തെല്ലിട വ്യക്തമല്ലാതെ ആകെ രക്തനിറം.
കുറേ നേരം പിന്നെയും കഴിഞ്ഞു. ഇരുട്ടിൻ്റെ പുതപ്പ് മലമുകളിൽ ഊർന്നു വീണു. വിജനമായ കുന്നിൻപുറത്ത് അവൾ ഒറ്റയ്ക്കെങ്ങനെ നിന്നു. നക്ഷത്രങ്ങൾ കണ്ണുമിഴിച്ചു തുടങ്ങി. അപ്പോഴും ആ കൊച്ചു കാറ്റ് തലമുടിക്കിടയിൽ ഊളിയിട്ട് കളിക്കുകയായിരുന്നു. അൻപുറ്റ കൈകൾ തലോടി തലോടി വേദന മാറ്റുകയാണ്. മണി, മണി, മണി! അമ്മൂമ്മ അന്വേഷിച്ചു വരികയാണ്. അവൾ ഇറങ്ങിപ്പോന്നു. ഈ പെണ്ണ് എവിടെയായിരുന്നു ഇത്ര നേരം? നിറഞ്ഞ സന്ധ്യയ്ക്ക് കുന്നിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് ചെന്ന് നിൽക്കുക. ഇതിന് പേടിയില്ലേ? കാവിലെ വളപ്പിൻ്റെ തൊട്ടൊരു പെണ്ണ് തന്നെ നിൽക്കുക അത്രേ. എന്തൊരു ജനിസാണോ! വിളിച്ച് വിളിച്ച് തൊണ്ട പൊട്ടാറായി. സന്ധ്യയ്ക്ക് മേക്കഴുകി 2 നാമം ചൊല്ലേണ്ട. കുന്നുമേലേക്ക് കാറ്റുകൊള്ളാൻ പോരുക. അടുത്തെടുത്തുന്നതിന് മുമ്പേ തന്നെ അമ്മമ്മ പെറുപിറെ ശകാരിക്കുന്നത് കേട്ടു. അവൾ പിടികൊടുക്കാതെ മുമ്പേ ഓടി. ഒരു കൊച്ചുകുട്ടിക്ക് അവൾ ഇഷ്ടപ്പെട്ടിരുന്ന, അവളുടെ പ്രിയപ്പെട്ടതെന്ന് അവൾ കരുതിയിരുന്ന വെളിച്ചപ്പാട് നഷ്ടമായതിലുള്ള വേദന, ആ വേദന എന്ത് എന്ന് അവൾ ആദ്യമായി അറിയുകയാണ്. അവളുടെ ഹൃദയത്തിനേറ്റ ആദ്യത്തെ മുറിവാണത്. കിട്ടിയത് നഷ്ടപ്പെടുന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം അതവൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് അവൾ അത് അറിയുന്നു. ആ കുന്നിൻപുറം അവളെ അണച്ച് തഴുകുകയാണ്. ഒരു കുഞ്ഞു കാറ്റുകൊണ്ട് പ്രകൃതി അവളുടെ തലമുടിയെ മാടി ഒതുക്കുകയാണ്. വേദന ഇതിനേക്കാൾ മനോഹരമായി എങ്ങനെയാണ് വരച്ചു കാട്ടുക? പ്രിയമുള്ളവരെ, ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ലക്കത്തിൽ കാണാം.